എൺപതുകൾക്കും 90കൾക്കും ശേഷം മലയാള സിനിമയിൽ ഇത് നവോത്ഥാനത്തിൻ്റെ കാലഘട്ടം. നിരവധി നവസംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, അഭിനേതാക്കൾ, എല്ലാത്തിനും മുകളിൽ ഓസ്കറിൻ്റെ പകിട്ടുമായി മലയാളിയായ റസൂൽ പൂക്കുട്ടിയും. വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ താരങ്ങളായ സുരേഷ് ഗോപിയും മോഹൻലാലും ഒന്നിക്കുന്ന ജനകൻ ഇത്തരത്തിൽ ഒരു ചലച്ചിത്ര വിസ്മയമായിരിക്കും എന്നതാണ് സിനിമാ നിരൂപകരുടെ ചിത്രത്തിൻ്റെ റിലീസിന് മുൻപേയുള്ള വിലയിരുത്തൽ. ലൈൻ ഓഫ് കളേഴ്സിൻ്റെ ബാനറിൽ പ്രശസ്ത നിർമ്മാതാവ് അരുൺ നായർ അണിയിച്ചൊരുക്കുന്ന ഈ ചിത്രത്തിൻ്റെ തിരക്കഥ എൻ സ്വാമിയുടേതാണ്. ജനകൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നവസംവിധായകൻ സജി പറവൂറാണ്. സീത എന്ന പെൺകുട്ടിയുടെയും അവളുടെ അച്ഛനായി കർഷകനായി വേഷമിടുന്ന സുരേഷ് ഗോപിയുടെ ജനകതുല്യനായ കഥാപാത്രത്തിൻ്റെയും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളുടെയും കഥയാണ് ജനകൻ. സുരേഷ് ഗോപിയുടെ സുഹൃത്തായ പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകൻ സൂര്യനാരായണനായി മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. സീതയായി ഈ ചിത്രത്തിൽ ബ്രിട്ടീഷ് മലയാളിയായ പ്രിയാലാൽ അഭിനയിക്കുന്നു എന്നത് UK-യിലെ മലയാളികൾക്ക് ഏറെ അഭിമാനം പകരുന്നു. ലിവർപൂളിലെ അറിയപ്പെടുന്ന കലാകാരിയായ പ്രിയ ലാലാജിയുടെയും ബീന ലാലാജിയുടെയും മകളാണ്. തൻ്റെ സിനിമാ അനുഭവങ്ങൾ പ്രിയാലാൽ പ്രേക്ഷകരുമായി പങ്കിടുന്നു. വളരെ ഒരു ചെറിയ പ്രായം തൊട്ടേ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു സിനിമയിൽ പോകാൻ പറ്റുമെന്നും എനിക്ക് പോകാൻ സാധിക്കുമെന്നൊക്കെ. പക്ഷേ എൻ്റെ പേരൻസ് അതൊക്കെ കേട്ട് എന്നെ കളിയാക്കാറേ ഉള്ളൂ. അതൊരു എന്താ പറയുക, അതൊരു മോഹം, അങ്ങനെ ഒരു നിലയിലേ അവർ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതെപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ സ്വാമി സാറുമായിട്ട് പരിചയമുണ്ട്. അപ്പം ഒരു ദിവസം ഞാൻ ഈ ഹോളിഡേ ആയിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു, ഇങ്ങനെ വരാൻ പറ്റുമോ, അപ്പം പിറ്റേ ദിവസം ഷൂട്ട് തുടങ്ങുകയാണ്. അപ്പം അങ്ങനെ ഞാൻ പോയി, അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എടുത്തു. അങ്ങനെയാണ് ഇതെല്ലാം പെട്ടെന്ന് ഇതെല്ലാം സംഭവിച്ചിരുന്നത്. പ്രിയ മോള് ജനിച്ചത് ദുബായിൽ റാസൽ ഖൈമ എന്ന സ്ഥലത്താണ്. അവിടെ LKGയിൽ പഠിക്കുന്ന സമയത്ത് 3-3.5 വയസ്സുള്ളപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവളൊരു മോണാക്റ്റിൽ കളിച്ചു. ആ മോണാക്റ്റ് കളിച്ചപ്പോൾ ആദ്യമായിട്ട് ഇത്രയും വലിയ പുരുഷാരത്തിൻ്റെ നടുവിൽ സ്റ്റേജിൽ യാതൊരു സഭാകമ്പവും ഇല്ലാതെ അവൾ അവതരിപ്പിച്ച ആ കഥാപാത്രവും അവിടെ ആ ഒരു സ്റ്റൈലും കണ്ടപ്പം തന്നെ അവളിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ള, ജന്മന തന്നെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി. ബ്രിട്ടീഷ് മലയാളി എന്നുള്ള ഒരു ഇതിൽ എനിക്ക് നാട്ടിൽ പോയി അഭിനയിക്കാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇവിടെ നിന്നുകൊണ്ട് മലയാള ഒരു ഇൻഡസ്ട്രിയിൽ പോയി എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ എനിക്ക് വളരെ അധികം ദൈവത്തിനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് അങ്ങനെ പോയി അഭിനയിക്കാൻ പറ്റിയത്. ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സീത എന്നാണ്. ഓമനപ്പേരിൽ എന്നെ അറിയപ്പെടുന്നത് അനു എന്നാണ്. ഈ കഥാപാത്രം ഒരു കോളേജ് ഗോയിങ് ഗേളായിട്ടാണ് കാണിക്കുന്നത്. സുരേഷ് ഗോപി ചേട്ടൻ്റെ കൂടെയും കാവേരി ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് എനിക്ക്. അത് ഒരു ശരിക്കും വളരെ രസമായിരുന്നു അവരോട് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഞാനൊരു ന്യൂ കമർ എന്നുള്ള നിലയിൽ അവരെനിക്ക് വേണ്ടിയ എല്ലാവിധ സപ്പോർട്ടുകളും എനിക്ക് തന്നു. തീർച്ചയായും ഈ സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. അതും ഇത്രയും വലിയ കോസ്റ്റാർസിനോടൊപ്പം സുരേഷ് ഗോപി ചേട്ടൻ്റെ കൂടെയും കാവേരി ചേച്ചിയുടെ കൂടെയും ബിജു മേനോട് ഒരു വലിയ താരനിരകളോട് എനിക്ക് അഭിനയിക്കാൻ പറ്റിയ തന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇത് വളരെയധികം സന്തോഷമുണ്ട്. അവളുടെ വളരെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം. പക്ഷേ അന്നൊക്കെ ചെറുപ്പത്തിലേ അവൾ പറയുമ്പോൾ ഞങ്ങൾ അവളെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ വന്നു ഭവിച്ചു. പിന്നെ അവൾക്ക് ഒരു താല്പര്യം എന്നുള്ളതല്ലാതെ എന്നും അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 3.5 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ കൊച്ചിൻ്റെ ആ ഒരു ടാലൻ്റൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടിരുന്നതാണ്. ഡാൻസിലും അങ്ങനെ സ്റ്റേജിൽ എന്തിനു കയറിയാലും. ഞങ്ങളും ഒരിക്കലും അവിടെ വരെ അങ്ങനെയൊന്നും ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടിയതിൽ ഞങ്ങൾ കുടുംബമായിട്ട് വളരെയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട്. സിനിമയുടെ ഷൂട്ടിങ് കണ്ടപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഷൂട്ടിങ് കാണുന്നത്.
സിനിമ കാണുന്ന ഷൂട്ടിങ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പുറകിലുണ്ടെന്നുള്ള കാര്യമാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ടെക്നീഷ്യന്മാർ, ഡിസൈനേഴ്സ്, മേക്കപ്പുകാർ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടി ഒരു വലിയൊരു ടീം തന്നെ ഉള്ളൊരു ടീം വർക്കാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഓരോ പ്രിയയുടെ ഓരോ സീനിൻ്റെ കൂടെ ഞാൻ പുറകിൽ നിൽപ്പുണ്ടായിരുന്നു. എപ്പോഴും എല്ലാം നന്നായിട്ട് വായിച്ചത്. പക്ഷെ ഞാൻ അവളോടൊപ്പം അത് മുഴുവൻ ദിവസങ്ങളും എൻജോയ് ചെയ്തു എന്നാണ് എനിക്ക് പറയാനുള്ളത്. UK-യിലെ കലോത്സവങ്ങളിൽ പലതിലും കലാതിലകമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയ മികച്ച ഭരതനാട്യം കലാകാരിയാണ്. ഓട്ടംതുള്ളൽ, സിനിമാറ്റിക് ഡാൻസ് എന്നീ മേഖലകളിലെല്ലാം തന്നെ തൻ്റെ കഴിവ് തെളിയിച്ച പ്രിയാലാൽ 3 വയസ്സുള്ളപ്പോൾ തന്നെ ദുബൈയിലെ പല വേദികളും കീഴടക്കിയ ബാലവിസ്മയമായിരുന്നു. ഒരു ആർട്ടിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥാപാത്രം മനസ്സിൽ ഉൾക്കൊണ്ട് കഥാപാത്രമായി മാറുന്നതാണ് ഒരു ആർട്ടിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കഥാപാത്രം എൻ്റെ പരമാവധി ടാലൻസ് കൊണ്ട് ഞാൻ അത് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കടുപ്പാളുള്ളത് എസ് എൻ സ്വാമി സാറുമായിട്ടാണ്. കാരണം പുള്ളിക്കാനാണ് എനിക്ക് ഈ ഒരു വഴി തെളിച്ചു തന്നത്. എനിക്ക് ഈ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്നത് പുള്ളിക്കാനാണ് എനിക്കത് സഹായിച്ചു തന്നത്. പിന്നെ തീർച്ചയായും എൻ്റെ ഡയറക്ടർ NR സഞ്ജീവ് സാർ, പിന്നെ എൻ്റെ പ്രൊഡ്യൂസർ അരുൺ ചേട്ടൻ. അപ്പം ഇവരെല്ലാവരും എനിക്ക് ഒരുപാട് കടുപ്പാടുണ്ട് ഇവരെല്ലാവരുമായിട്ട്. എനിക്കൊക്കെ ഫ്രണ്ട്സ് വിളിക്കുമ്പോൾ അപ്പോൾ അവർ കൺഗ്രാറ്റുലേറ്റ് നിന്റെ ആൻറ്റി ഫിലിമിലായാലും പിന്നെ അവരെ ഇടയ്ക്ക് ലൈക്ക് നൗ റൗണ്ടിങ്ങും ഈ മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസിലൊക്കെ വായിച്ചു പിന്നെ ഫോട്ടോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു സർപ്രൈസ് കോൾ ആയിരുന്നു. എൻ്റെ സിസ്റ്റർ ദാ ഇവിടെ ഇന്റർനെറ്റിലുണ്ട്, നീ ഒന്ന് നോക്ക്. അപ്പം ചിലപ്പോൾ ഇങ്ങനത്തെ ഇന്റർനെറ്റിലെ ഓരോ സ്റ്റിൽസ് ഫോട്ടോഗ്രാഫൊക്കെ നമുക്ക് അയച്ചു തരും. അപ്പം ഞാൻ ഞാനിത് ഓൾറെഡി കണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ത്രില്ലും നമുക്കും ഉണ്ട്, അവർക്കും ഒരു ത്രില്ലുണ്ട്. UK-യിൽ നിന്ന് ഇത് ആദ്യമായാണ് ഒരു മലയാളി നായികാതുല്യമായ ഒരു കഥാപാത്രം മലയാള സിനിമയിൽ അവതരിപ്പിക്കുന്നത്. മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പടം ജനകൻ ഇത് തിയേറ്റർ റിലീസാകുമ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം. എന്നെ പോലുള്ള കുട്ടികൾക്ക് ഇത് വളരെയധികം എൻകറേജ്മെൻ്റ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ലിവർപൂളിൽ നിന്നും ബ്രിട്ടീഷ് മലയാളിക്ക് വേണ്ടി ജോമി ജോർജ്.